ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടും സിമ്പിളായിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ചേരുവകളും കുറച്ച് ടൈമും മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ കറി റെഡിയാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ മൺചട്ടി ഇല്ലെങ്കിൽ ഏത് പാനിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വലിയൊരു സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളകും കൂടെ എടുക്കട്ടെ. അപ്പോൾ തക്കാളി നന്ന ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് ആ ഒരു ചട്ടിയിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു റെസിപ്പിയിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വായിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇതുപോലെ അതും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 2 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുടംപുളി ഇല്ലെങ്കിൽ സാധാ വാളംപുളി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പിനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ എരിവ് കുറച്ച് കുറവുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വലിയ സ്പൂണിൽ നിറയെ മല്ലിപ്പൊടി എടുക്കുക. ഇനി ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നേരടി കുഴച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്തെടുക്കുക. ഇതിലാണ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ ഉടച്ച് കൊടുക്കുന്ന രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ഒരു മസാലയൊക്കെ ഒന്ന് വേവുന്ന സമയത്തിന് വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ഇതുപോലെ 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മറ്റേ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉണ്ടല്ലോ 2-3 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിതുപോലെ 2 പിടുത്താണ് കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ചെമ്മീൻ 2-3 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ വെന്തോളൂ കേട്ടോ. ഇനി നമുക്കതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ 1/2 പോർഷൻ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു മുറി മുഴുവനായിട്ട് തന്നെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി എടുക്കുക. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ അതിലേക്ക് തന്നെ 3/4 ടീസ്പൂണോളം വലിയ ജീരകമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സെയിം കറി തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പിന്നീട് അപ്ലോഡാക്കി തരാം. ഇനിയിപ്പോൾ തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനും ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ ചെമ്മീൻ 2-3 മിനിറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ചെമ്മീൻ വേവ് കുറവായിട്ടുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ എടുക്കുന്ന പ്രശ്നമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇത് ഓവർ തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് കുമിളകൾ വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം നമുക്കത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു ടൈം ആവുമ്പോൾ
അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ടൈം തിളച്ച് പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊന്ന് താളിച്ച് വെച്ച് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി കട്ടാക്കിയതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇത് മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് കളറൊന്ന് ചേഞ്ച് ആക്കി എടുക്കരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കളർ നന്നായിട്ട് തന്നെ ചേഞ്ച് ആക്കി എടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ച്, അപ്പോൾ ചൂടോട് കൂടെ തന്നെ താളിച്ച് ഒഴിച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കറി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഉണ്ടല്ലോ ഇതിപ്പോൾ തിളച്ച് കഴിഞ്ഞ് അതിന് ശേഷം ഒന്ന് ചൂടാറി വന്നപ്പോഴേക്കും അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായി മാറിയിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ചെമ്മീൻ്റെ കൂടെ തന്നെ ചക്കക്കുരു മുരിങ്ങാക്കാഴയും ഇട്ടിട്ടുള്ള കറിയുടെ റെസിപ്പി, ഈ ഒരു സെയിം മെത്തേഡിൽ ഉണ്ടാക്കുന്ന കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ കറിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ചെമ്മീൻ കറി. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പിന്നെ ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ഒന്ന് കറി വെച്ച് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.